ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം സഹിച്ചും സഹിഷ്ണുതയോടെ വർദ്ധിക്കുകയും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചു, അതാണ് ഒന്നാമത്തേത്. ഇനി ആവശ്യപ്പെടുകയാണ്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. അപ്പം രണ്ടാമതാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണമെന്ന്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അപ്പോൾ എവിടെ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്? കർത്താവിൽ നിന്നാണല്ല ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ ക്ഷമയിൽ നിന്നാണ് എൻ്റെ ക്ഷമ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും കൂട്ടിയിണക്കി ബന്ധിപ്പിക്കുന്ന എന്താണ്? കർത്താവാണ്. ആ കർത്താവ് ആരാണ്? ആ കർത്താവിൽ സ്നേഹമുണ്ടെന്നല്ല, കർത്താവ് സ്നേഹമാണെന്ന് പറയുന്നത്. ആരോഗ്യം, ഭൗതികം, സമ്പത്ത് എല്ലാറ്റിനെയും കെട്ടിപ്പടുക്കിയിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ എല്ലാറ്റിലേക്ക് ഊർന്നിറങ്ങുന്ന പോലെ, അതൊക്കെയാണ് ഈ വാക്യത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. ഞാനല്ല, വിശുദ്ധന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എല്ലാറ്റിലേക്ക് ഊർന്നിറങ്ങാൻ കഴിയുന്ന പരുവത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ പരിശീലിക്കുകയും. നമ്മുടെ സ്നേഹമല്ല, നമ്മുടെ സ്നേഹം പരിശീലിച്ചിട്ട് കാര്യമില്ല, കർത്താവിൻ്റെ സ്നേഹത്തെ പരിശീലിക്കുകയും. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാം, പരിപൂർണത കർത്താവിൻ്റെ സ്നേഹത്തിൽ മാത്രമാണ്, മറ്റൊരിടത്തും പരിപൂർണതയില്ല.